ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. കർത്താവിൻ്റെ ദാസനം നമ്മുടെ നടുവിലായിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ നാമം നമ്മുടെ നടുവിൽ മുഹ്യപ്പെടേണ്ടതിന് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം. PIP മീറ്റിംഗ് ഇതോടനുബന്ധിച്ച് നടക്കേണ്ടതുകൊണ്ട് വേഗത്തിൽ എൻ്റെ വാക്കുകൾ ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അനുഗ്രഹീത അതിൽ നിന്ന് അനേക ചിന്തകൾ ദൈവനാമ മൊത്തത്തിനായിട്ട് ഒരു വിഷയത്തിലേക്ക് ദൈവമക്കൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ വായിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കതിൻ്റെ 12-ാമത്തെ വാക്യം, 12-ാം വാക്യം. മതി. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ഇതിൻ്റെ തലക്കെട്ട് വായിക്കുമ്പോൾ ഒരു യുദ്ധം, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് വായിക്കാമോ? സംഗീത പ്രമാണി വായിച്ചോളൂ. ശത്രുക്കളെ പല രാജ്യങ്ങളെ കീഴടക്കി യുദ്ധം ചെയ്ത് ജയിച്ചു വന്നപ്പോൾ പാടിയ പാട്ടാണ്. ഇടഭാഗത്ത് നമ്മൾ വായിച്ചു വരുമ്പോൾ ഒത്തിരി രാജ്യങ്ങളുടെ പേര് കാണുന്നുണ്ട്, ജാതികളുടെ പേര് കാണുന്നുണ്ട്. ഇവരെയൊക്കെ സംഹരിച്ചു, അല്ലെങ്കിൽ ഇവരെയൊക്കെ ജയിച്ചു. ഈ സമയത്ത് താൻ ദൈവത്തോട് പാടുന്ന പാട്ടിൽ ആ ലാസ്റ്റ് വേഴ്സ്, അവസാന വാക്യത്തിൽ താൻ പറയുന്നൊരു വാക്കാണ്. എന്നോട് ആ വാക്യം പോയ ദൈവത്താൽ ഈ വീര്യപ്രവൃത്തി എല്ലാം നടന്നത് എങ്ങനെ? ദൈവത്താല. ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. ഇതിനെയൊക്കെ തോൽപ്പിക്കാമെന്നൊന്നും ചിന്തിച്ചില്ല, പക്ഷെങ്കിൽ എല്ലാവരെയും തോൽപ്പിച്ചു. നമുക്കറിയാമല്ലോ, അവസാന തലക്കെട്ടി വായിച്ചു വന്നപ്പോൾ അരാമ്യരോട് മെസോപ്പൊത്തോമിയയിലെ അരാമ്യരോട്, സോബയിലെ അരാമ്യരോട് യുദ്ധം ചെയ്ത് മടങ്ങി വന്ന ശേഷം, മടങ്ങി വന്നപ്പോൾ ഉപ്പുതാഴ്വരയിൽ വേറൊരു 10,000. ഈ പ്രശ്നങ്ങളെയെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറയാം: ദൈവത്താൽ. തൻ്റെ കഴിവ് കൊണ്ടല്ല, താൻ പറയുകയാണ് ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അങ്ങനെയെങ്കിൽ ഒരു ചിന്ത ദൈവമക്കളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്താൽ വീര്യപ്രവൃത്തി നടക്കണമെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ദൈവത്താൽ വീര്യപ്രവൃത്തി നടക്കണമെങ്കിൽ എൻ്റെ മുമ്പിൽ പ്രശ്നം വരണം. പ്രശ്നം വരാത്രത്തോളം കാലം ഞാൻ വളരെ കാമ. പ്രശ്നം വരുമ്പോഴേ അറിയത്തുള്ളൂ അവരെങ്ങനെയുള്ളവരാണ്. ഈ വീര്യപ്രവൃത്തി വല്ലതും നടക്കണമെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ പ്രശ്നം കടന്നു വരണം. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ ദൈവം തന്നെ ശക്തീകരിച്ചു. ദൈവം വിജയം കൊടുത്തപ്പോൾ താൻ പാടിയ പാട്ട്, ദൈവത്താൽ ഞാൻ വീര്യം. നമ്മൾ ധൈര്യത്തോടെ പറയണം, വല്ലതും നടക്കണമെങ്കിൽ ദൈവത്താലേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞോട്ട്, വീര്യപ്രവൃത്തി നടക്കണമെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് ചില പ്രശ്നവും വരണം. പ്രശ്നം വരുമ്പോൾ പിന്തിരിഞ്ഞോടുകയല്ല വേണ്ടത്. പ്രശ്നം വരുമ്പോൾ നിരാശപ്പെട്ട് തടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നല്ല പറയേണ്ടത്. പകരം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സഹായം ലഭിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ കർത്താവ് ചൊരിയുമ്പോൾ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ, ദൈവത്താൽ ചില വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ. 1-2 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. 44-ാം സങ്കീർത്തനത്തിന് 5-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും. മതി. ആ ഭാഗത്തെല്ലാം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ദൈവത്താൽ വൈരികളെ തള്ളിയിടും. അപ്പം വൈരി വരുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കാനും ആ നാമത്തിൽ എനിക്ക് ചിലതൊക്കെ ചെയ്യാനും കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ നാമം ഉണ്ടെങ്കിൽ എനിക്ക് വൈരികളെ തള്ളിയിടാൻ കഴിയും. 118-ാം സങ്കീർത്തനം 15-16 വാക്യം കൂടെ വായിച്ചോളൂ.
വായിച്ചോളൂ. ആ, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന കൈയാണ്. ഈ കൈ വീര്യം പ്രവർത്തിക്കുന്നത് പ്രശ്നത്തിന് നടുവിലാണ്. വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധി, പ്രശ്നം, രോഗം എന്തുമാകട്ടെ, ഇതിൻ്റെയൊക്കെ നടുവിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേലേക്ക് വരുന്നു. ആ ശക്തിയാൽ ഞാൻ ചില ശത്രുക്കളെ ഇല്ലാതാക്കുന്നു. ദൈവകൃപ വ്യാപരിക്കുമ്പോൾ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് ഞാൻ ദൈവത്താൽ വീര്യം പ്രവർത്തിക്കും. ഈ ദിവസങ്ങൾ ദൈവമക്കൾ അതിനുവേണ്ടി ആഗ്രഹിക്കാൻ. അക്ഷരീക ശത്രു മാത്രമല്ല, ജീവിതത്തിൻ്റെ നേരെ കടന്നു വരുന്ന ഏതൊരു വിഷയത്തിൻ്റെ നടുവിലും പറയാൻ കഴിയണം, എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. പഴയ നിയമത്തിൽ നമുക്കറിയാം, അനേക രാജ്യങ്ങളെ, വ്യക്തികളെ, ശത്രുക്കളെ കീഴടക്കുന്ന ശക്തികൾ അല്ലെങ്കിൽ ദൈവപ്രവൃത്തി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശാരീരികമായും മാനസികമായും നമ്മളെ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഭാഗത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വളരെ പരിചിതമുള്ളതാണെങ്കിലും ഒന്ന് വായിച്ചു കേൾക്കാം. ആ ആ ഇനി അതിൻ്റെ 6-ാം വാക്യം വായിച്ചാലും മതിയാകും. ആ ആ മതി. അങ്ങനെയെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ, വീര്യപ്രവർത്തി നടത്താൻ ദൈവത്തിൻ്റെ നാമത്തിന് കഴിയും. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഭിക്ഷയാചിപ്പാൻ ഇരുത്തിയ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഏകദേശം 40-ലധികം പ്രായം ഈ മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെങ്കിൽ ഓർക്കണം, 40 വർഷമായി നടക്കാൻ കഴിയാത്ത മനുഷ്യൻ, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വീര്യപ്രവൃത്തി നടന്നത് എപ്പോഴാണ്? 6-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? എല്ലാവരും ശ്രദ്ധിച്ചോ. ആ, വെള്ളിയും പൊന്നും എനിക്കില്ല, ആ എനിക്കുള്ളത് നിനക്ക് തരുന്നു. അങ്ങനെയെങ്കിൽ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. പത്രോസിനെ കൊണ്ട് മാത്രമല്ല, യോഹന്നാനെ കൊണ്ട് മാത്രമല്ല, ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയണം, നമ്മളെ കൊണ്ടും ഈ വീര്യപ്രവർത്തികൾ ചെയ്യിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആഗ്രഹത്തോടെ ചില പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ നേരെ വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ പറയണം, കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ലുസ്രയിൽ അപ്പോസ്തലനായ പൗലോസും ഇതുപോലൊരു മനുഷ്യനെ സൗഖ്യമാക്കി. 14-ാം അധ്യായം എടുത്തട്ടെ. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 8 മുതൽ ഒരു വാക്യം ഒന്ന് വായിച്ചോളൂ. ആ മതി. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഈ മനുഷ്യനെ കുറിച്ചും പറയുന്നത് അങ്ങനെ, അമ്മയുടെ ഗർഭം മുതൽ മുണന്തനായിരുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയെങ്കിൽ ഓർക്കണം, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ പത്രോസിനെയും യോഹന്നാനെയും കൊണ്ട് കഴിഞ്ഞ അതേ പ്രവൃത്തി ആരെ കൊണ്ട് കഴിഞ്ഞു? പൗലോസിനെ കൊണ്ട് കഴിഞ്ഞു. ഈ സെയിം പ്രശ്നമാണ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നു. ആ 3-ാം അധ്യായത്തിൽ കാണുന്ന മനുഷ്യൻ, 14-ാം അധ്യായത്തിൽ കാണുന്ന മറ്റൊരു മനുഷ്യനും ഇതേ പ്രശ്നത്തിൽ കൂടെ കടന്നു വന്ന മനുഷ്യനെ സൗഖ്യമാക്കാൻ മറ്റൊരു അപ്പോസ്തലനെ കൊണ്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ, എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയത്തില്ല? യേശുവിൻ്റെ നാമം വ്യാപരിക്കുമ്പോൾ, ആ നാമത്തെ ഉച്ചരിക്കുമ്പോൾ ചില പ്രശ്നത്തിന് നിലവിൽ വിളിച്ചു പറയണം, യേശുവിൻ്റെ നാമത്തിൽ അധികാരമുണ്ടെന്നുള്ള ബോധ്യത്തോട് ആ നാമത്തെ ഉച്ചരിച്ചാൽ ചില അത്ഭുതങ്ങൾ നടക്കും. ഈ അത്ഭുതം നടന്നു കഴിയുമ്പോൾ എൻ്റെ കഴിവെന്ന് പറയരുത്, പകരം പറയണം, ദൈവത്താൽ. ഞാനല്ല ചെയ്തത്, ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. ഇന്ന് പകൽ പറ, കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ, അങ്ങയുടെ കൃപയിൽ ചാരുമ്പോൾ എൻ്റെ ദൈവത്താൽ ചില വീര്യപ്രവൃത്തികൾ ചെയ്യാൻ എന്നെ അവിടുന്ന് ശക്തീകരിക്കണം കർത്താവേ. എൻ്റെ മേൽ ആ കൃപ വ്യാപരിക്കണം കർത്താവേ. വിശ്വസിച്ചേറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ രോഗത്തെ നമുക്ക് തന്നെ ശാസിക്കാൻ കഴിയും. നമ്മുടെ പ്രശ്നത്തെ നമുക്ക് തന്നെ ഇല്ലാതാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ ആ നാമത്തിന് ശക്തിയുണ്ട്.
ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി നടക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്, വേഗത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഏലാത്താഴ്വരയിലേക്ക് ദാവീദ് ചെന്നപ്പോൾ ഒരു ഉയർന്ന അല്ലെങ്കിൽ വളരെ ഉയരമുള്ളൊരു മനുഷ്യൻ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നു. ദാവീദ് ഒരൊറ്റ വാക്ക് അവിടെ ഉദ്ധരിച്ചത്, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് പ്രതിസന്ധിയെ കാർക്കാം. എങ്ങനെ? നാമം പറയണം. സകല നാമത്തിനും മേലായ എൻ്റെ യേശുവിൻ്റെ നാമം പറയാമോ? ചിലതൊക്കെ എൻ്റെ മുമ്പിൽ തകരും. പലപ്പോഴും നമ്മൾ നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട്, ആത്മീയതയുടെ പാരമ്പര്യം കൊണ്ട് പലതിനെയും കീഴടക്കാമെന്ന് കരുതുന്നു. നടക്കത്തില്ല. യേശുവിൻ്റെ നാമം എന്ന് പറയാമോ? യെസ്, ഹല്ലേലൂയ. മുടന്തനെ എഴുന്നേൽപ്പിച്ചത് യേശുവിൻ്റെ നാമത്തിലാണെങ്കിൽ, ആ മല്ലനെ വീഴ്ത്തിയത് ദാവീദിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ നാമത്തിൽ കയറി ചെന്നപ്പോഴാണെങ്കിൽ, ഈ ദിവസങ്ങൾ ദൈവമക്കളെ വീര്യപ്രവൃത്തി നടക്കും. ആ നാമത്തിൽ വീര്യപ്രവൃത്തി നടക്കും. വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറ, കർത്താവേ, ആ നാമം ഉച്ചരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. യേശുവിൻ്റെ നാമമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആ നാമത്തെ ഭയപ്പെടുന്ന പൈശാചിക ശക്തികൾ അതിൽ നിന്ന് മാറിപ്പോകും. അവിടെ ധൈര്യത്തോടെ നിന്നുകൊണ്ട് എനിക്ക് പറയാം, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താൽ എനിക്ക് വീര്യം പ്രവർത്തിക്കാൻ കഴിയും. കൃപ, ദൈവകൃപ. രണ്ടാമത്തെ ചിന്ത ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. ദൈവത്തെ അനുസരിച്ചാൽ വീര്യം പ്രവർത്തിക്കാൻ കഴിയും. അല്പം ബുദ്ധിമുട്ടാണ്. നമ്മൾ അനുസരിക്കുന്നവരാന്നൊക്കെ പറയും. 100% അനുസരണമുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. അനുസരിച്ചാൽ ദൈവപ്രവൃത്തി നടക്കും. പറ്റിയൊരു എക്സാമ്പിളാണ് എരിഹോ കോട്ടയുടെ മുമ്പിൽ ഇസ്രായേൽ മക്കളുടെ യാത്ര. 7 ദിവസം അവർ ആ കോട്ടയെ ചുറ്റുന്നു. ചരിത്രമൊക്കെ അറിയാമല്ലോ. അനുസരണം അവിടെ സംഭവിച്ച പൂർണ്ണ അനുസരണമാണ്. എന്തു പറഞ്ഞു അതുപോലെ ചെയ്തു. ഈ 6 ദിവസം നിങ്ങൾ ചുറ്റുക, ഒരൊറ്റ ശബ്ദമുണ്ടാക്കരുത്. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റുക. 7-ാമത്തെ ചുറ്റലിൽ ആർപ്പിടുക. ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചപ്പോൾ അവിടെ വീര്യപ്രവൃത്തി നടന്നു. ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കാം. വീര്യപ്രവൃത്തി നടക്കുന്നില്ലെങ്കിൽ അനുസരണത്തിൻ്റെ ഏതെങ്കിലും 1% എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കത്തില്ല. നമ്മൾ പറയും 99% ഞാൻ ഓക്കെയാ, ആയിക്കോട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു 100% അനുസരണമാണ്. ഒരു വിഷയത്തിൽ പോലും, ഒരു ചെറിയ കാര്യത്തിൽ പോലും എൻ്റെ ദൈവം പറയുന്നത് വിട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ചില പ്രശ്നത്തിൻ്റെ നേരെ കടന്നു ചെല്ലാമെങ്കിൽ ചില എണ്ണപ്പെട്ട വൻമതിൽ നിന്റെ മുമ്പിൽ വീഴും. ദൈവത്താൽ വീര്യപ്രവൃത്തി നടക്കും. നമുക്കതിനു വേണ്ടി ഒന്ന് ആഗ്രഹിക്കാം. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി നടക്കണമെങ്കിൽ നമ്മൾ സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. ആ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 42-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വാക്യങ്ങൾ വായിച്ചോളൂ. ആ വായിച്ചോളൂ. ആ മതി. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്താൽ വീര്യപ്രവൃത്തി നടക്കണമെങ്കിൽ ഇവിടെ വായിച്ചത് സ്തോത്രം ചെയ്യാൻ ദൈവമക്കൾ തയ്യാറാകണം. 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകല ദ്വീപുകളും അവയിലെ നിവാസികളും ആയുള്ളവരെ യഹോവയ്ക്കൊരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്തു നിന്നവന് സ്തുതിയും പാടണം. പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. അടുത്ത വാക്ക്, മരുഭൂമി, അതിലെ പട്ടണങ്ങൾ, കേദാർ പാർക്കുന്ന ഗ്രാമങ്ങൾ ശബ്ദമുയർത്തട്ടെ. മരുഭൂമി അല്ലെങ്കിൽ പട്ടണങ്ങളും ഗ്രാമങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദ്വീപുകളിൽ താമസിക്കുന്നവർ, സമുദ്രങ്ങൾ, അതിലുള്ള ദ്വീപുകൾ, സമുദ്രത്തിൽ താമസിക്കുന്നവർ, പട്ടണത്തിൽ താമസിക്കുന്നവർ, ഗ്രാമത്തിൽ താമസിക്കുന്നവർ. അടുത്തത് പറയുമ്പോൾ ശൈലനിവാസികൾ, മലമുകളിൽ പാർക്കുന്നവർ,
അവർ മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ. അടുത്തത്, അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. ദൈവത്തെ സ്തോത്രം ചെയ്യാനും മഹത്വപ്പെടുത്താനും തയ്യാറാകുമെങ്കിൽ. അടുത്ത വാചകം വായിച്ചോളൂ. യഹോവ, വായിച്ചോ. യഹോവ ഒരു വീരനെ പോലെ. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്ന എപ്പോഴാണ്? നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാണ്. ഈ ദിവസങ്ങൾ അതിന് തയ്യാറാണോ? ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുമ്പോൾ ദൈവം എന്നിലൂടെ ചില പ്രവർത്തികൾ ചെയ്തെടുക്കും. അത് ആഗ്രഹിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടെന്ന് പറയാമോ? കർത്താവേ, ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. സഭയായി നമുക്കൊന്നിച്ച് പറയാം, ദൈവത്താൽ ഞങ്ങൾ വീര്യം പ്രവർത്തിക്കും. ഈ ദിവസങ്ങൾ ചില വീര്യപ്രവർത്തികൾ നടക്കട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറ, കർത്താവേ, ആ നാമം ഉച്ചരിപ്പാൻ എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥനയുടെ കൂടുതലല്ല, എൻ്റെ പാരമ്പര്യമല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലല്ല കർത്താവേ. ഞാൻ ചില മല്ലൻ്റെ നേരെ കയറി വരുന്നത് യഹോവയുടെ നാമത്തിൽ ഞാൻ കയറി ചെന്നാൽ ദൈവം എന്നോട് പറയുന്നത് 100% അനുസരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കുന്ന ചില കോട്ടകൾ എൻ്റെ മുമ്പിൽ ഇല്ലാതാകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് കഴിയും. ഇന്ന് പകൽ വിളിച്ചു പറ, കർത്താവേ, അനുസരിപ്പാനുള്ള കൃപ എനിക്ക് താ കർത്താവേ. ആർപ്പിടാൻ തയ്യാറാണോ? യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടുകയാണ്. ഇന്ന് പകൽ ഒരുമിച്ച് നമുക്ക് അല്പസമയം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ആർപ്പിടാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. ദ്വീപിൽ പാർക്കുന്നവർ, സമുദ്ര നിവാസികൾ, കർത്താവേ, മലമുകളിൽ പാർക്കുന്നവർ, പട്ടണത്തിൽ പാർക്കുന്നവർ, ഗ്രാമത്തിൽ പാർക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് ആർപ്പിടാൻ തയ്യാറാണെങ്കിൽ, യെസ്, ഹല്ലേലൂയ, ഇന്ന് പകൽ ഈ ആരാധനാ മധ്യേ തന്നെ നിങ്ങൾ വാ തുറന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വം കരയറ്റാൻ തയ്യാറാണെങ്കിൽ ചില വൻ മതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തകരാൻ പോവുകയാണ്. ചില പ്രതിസന്ധികളെ എൻ്റെ ദൈവം ഇന്ന് പകൽ ആ ചില വെല്ലുവിളികൾ നാളുകളായിട്ട് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ചില തലയെടുപ്പുള്ള ചില ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ തകർക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് അല്പസമയം ദൈവത്തിന് നന്ദി കരേറ്റി സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട്, കർത്താവേ, ദൈവത്താൽ ഞങ്ങൾ വീര്യം പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ. കൃപ, ദൈവകൃപ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, ശത്രുക്കളെ മെതിച്ചു കളയും. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവം സർവശക്തനാണ്. ദൈവം എന്നിലൂടെ പ്രവർത്തിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവ മഹത്വം ഞാൻ കാണും. കർത്താവേ, ആ നാമം പറവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ പേരും പറഞ്ഞുകൊണ്ടല്ല ചെല്ലേണ്ടത്, എൻ്റെ പാരമ്പര്യവും പറഞ്ഞുകൊണ്ടല്ല ചെല്ലേണ്ടത്. പകരം എൻ്റെ ദൈവത്തിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ചെല്ലാമോ? ചില വെല്ലുവിളികൾ നിങ്ങളുടെ മുമ്പിൽ ഇല്ലാതാകും. പൂർണ്ണമായിട്ടൊന്ന് അനുസരിക്കാൻ തയ്യാറാകാമോ? ഒരൊട്ടും അതിനകത്ത് പിന്മാറാതെ, ഒട്ടും കലർപ്പില്ലാതെ 100% ദൈവം പറയുന്നത് എന്ത് അത് പോഷത്വമെന്ന് എനിക്ക് തോന്നിയാൽ പോലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവത്താൽ ചില വീര്യപ്രവർത്തികൾ ഞാൻ കാണും. ദൈവത്തെ ഞാൻ സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ, മഹത്വപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ, ഞാൻ സമുദ്രത്തിലാണ്, ഞാൻ ദ്വീപിലാണ്, ഞാൻ മലമുകളിലാണ്, ഞാൻ വിദൂരതയിലാണ്, എനിക്ക് സാഹചര്യമില്ല എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കാതെ, നീ പട്ടണത്തിലാണോ ഗ്രാമത്തിലാണോ എവിടെയാണെങ്കിലും സ്തോത്രം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും. കൃപ, ദൈവകൃപ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം വീര്യപ്രവൃത്തി ചെയ്തിട്ട് സ്തോത്രം ചെയ്യാനല്ല, നിങ്ങൾ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി അവിടെ നടക്കും.
പലപ്പോഴും നമ്മൾ കാത്തിരിക്കുക വീര്യപ്രവൃത്തി നടക്കട്ടെ, ഞാൻ സ്തോത്രം ചെയ്യാമെന്നല്ല. നീ സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ, ചില വീര്യപ്രവൃത്തികൾ നടക്കും. നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ സമർപ്പിക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളെ ഓർപ്പിച്ച വചനത്തിനായി സ്തോത്രം. വചനത്തിനു മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കുമെന്നുള്ള വചനം കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, സഭയിൽ അന്വർത്ഥമാകുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഈ വചനം കേട്ട മുഴുവൻ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ.